നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അച്ഛനും അമ്മയും എന്തിനാണ് നമ്മുടെ അടുത്ത് അങ്ങനെ പെരുമാറിയത് എന്നുള്ളത് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുക. ആ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആ ഒരു പൊരുൾ മനസ്സിലായത് മാഷ് മരിക്കാറായ സമയത്താണ്. അന്ന് വരെ ഉണ്ടായിരുന്ന ലൈഫും അതിന് ശേഷം ഉണ്ടായിരുന്ന ലൈഫും രണ്ടും രണ്ടാന്ന് തന്നെ പറയാം. പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാളും ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ ശമ്പളത്തിലേക്കോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനോ ആവുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞങ്ങളൊന്നും. നിങ്ങൾ 7 സ്ഥലത്ത് പോയി മുട്ടിക്കഴിഞ്ഞാൽ 7ാമത്തെ സ്ഥലത്തിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. ചക്കും ചുക്കും അറിയാത്തൊരു യാത്ര. ഉറപ്പായിട്ടും. സത്യത്തിൽ ഈ ചോദ്യം സാറ് മാത്രമല്ല ചോദിച്ചേക്കണേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വാനപ്രസ്ഥത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഉൾപ്പെടെ, അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള ആൾക്കാർ ഉൾപ്പെടെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. 55 വയസ്സിന് മുകളിലുള്ള പെയിൻറ്റർമാരെ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടോ? സാധ്യത കുറവായിരിക്കും. കാരണം 55 വയസ്സാകുമ്പോഴേക്കും ഇവന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മനുഷ്യനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണ് തെറ്റ്? മനുഷ്യൻ്റെ തെറ്റ് പറ്റിയത് എന്താ? ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പഠന വൈകല്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ട് ആരും ഇത് ഉണ്ടാക്കിയില്ല? അപ്പോൾ ദയാൽ സാർ പറയണത് ആരും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റ് വേണമായിരുന്നു, അതിനെ ഞങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. കൈയടിക്കേണ്ട ഒരു തീരുമാനമായിരുന്നു.